ദൈവദശകം പാടിക്കൊണ്ട് ഏറ്റവും മനോഹരമായിട്ട് ആലപിച്ചുകൊണ്ട് മാഷ് എന്നും നിറഞ്ഞു നിൽക്കുകയാണ്. മാഷിന്റെ ആ വരികൾ ഒന്ന് ചൊല്ലുവാനും ഒപ്പം തന്നെ ഉത്സവത്തിനെ കുറിച്ച് മാഷിന്റെ ആ ഒരു ചിന്തകൾ പങ്കുവെക്കുവാനുമായിട്ടൊരു വേദി ഞങ്ങൾ ഒരുക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. തീർച്ചയായിട്ടും ഭവാനീശ്വരൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ദൈവദശകത്തിലൂടെ അറിയപ്പെട്ടു തുടങ്ങിയത്. ഈ നടയിൽ നിന്നാണ് അതിൻ്റെ തുടക്കം കുറിച്ചേക്കുന്നത്. അപ്പോൾ എല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ദൈവദശകം ഒന്ന് ആദ്യം ചൊല്ലാം. ഇപ്പം ഈ ഇതിൻ്റെ ശബ്ദം കാരണേ, ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻപദം, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നില സ്പന്ദമാകണം. 2 സ്റ്റാൻസ് മതിയല്ലോ. ഏതായിരുന്നാലും ഈ മഹോത്സവ ദിനത്തില് നമ്മുടെ ഈ പള്ളുരുത്തിയുടെ ഒരു പൂരദിനമാണിത്. ആ ഒരു ദിനത്തിനെ കുറിച്ച് എന്തെല്ലാം ഓർമ്മകളാണ് മാഷിനുള്ളത്? ഞാൻ ഈ പള്ളുരുത്തി സ്കൂളിൽ SDP സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഗീത അധ്യാപനം കൂടിയാണ്. ഉത്സവത്തെക്കുറിച്ചുള്ള മായാത്ത ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ പള്ളുരുത്തി ഉത്സവം ഏറ്റവും പ്രധാനപ്പെട്ട, പശ്ചിമ കൊച്ചിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. അതിന് ഞങ്ങൾ എല്ലാ ദിവസവും ഉത്സവത്തിന് എത്താറുണ്ട്. പ്രത്യേകിച്ച് ആറാട്ട് മഹോത്സവം എന്ന് ഞാനും വൈഫൊക്കെ തീർച്ചയായിട്ടും വന്നിരിക്കും. ഭഗവാനെ കണ്ടിട്ടേ പോകുള്ളൂ. കൊടിയേറ്റിനും അതുപോലെ തന്നെ സംഗീത കച്ചേരിയോടെയുള്ള തുടക്കം. അപ്പോൾ ആദ്യ ദിനത്തിലെ സംഗീത കച്ചേരി മാഷിന്റെ ആയിരുന്നു. അതെ, അത് നടേശൻ മാസ്റ്റർ ആയിരുന്നു അത് ആദ്യം പാടിക്കൊണ്ടിരുന്നത്, ഇവിടുത്തെ മുൻ സംഗീത അധ്യാപകൻ. പിന്നെ അതേ തുടർന്ന് ശ്രീധർമ്മ പരിപാലന യോഗം ആ കർത്തവ്യം എന്നിലേക്ക് ഏൽപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം എന്നിലേക്ക് ഏൽപ്പിക്കുകയായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഒരു 20 വർഷത്തോളമായി അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊരു തപസ്യ പോലെ ഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്ക് എല്ലാ വർഷവും അതിനുള്ള അവസരമുണ്ട്, ഭാഗ്യമുണ്ട്. പിന്നെ ഉത്സവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും വലിയൊരു ശ്രീനാരായണ ഗുരുവിൻ്റെ പാദസ്പർശമേറ്റ് പുണ്യമായ സ്ഥലം, അദ്ദേഹം പ്രതിഷ്ഠിച്ച അമ്പലം. അപ്പോൾ അവിടെ അതിനൊരു പ്രത്യേകത തന്നെയുണ്ട്. എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് ചേരുന്ന ഈ സുദിനത്തിൽ ഞങ്ങൾക്കും പങ്കുചേരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.